ഇപ്പോൾ കാസർഗോഡാണുള്ളത്. കാസർഗോഡ് നമുക്കൊരു അതിഥിയുണ്ട്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അദ്ദേഹം തെരഞ്ഞെടുപ്പ് സാഹചര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കും. ധാരാളം രാഷ്ട്രീയ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് മറുപടി പറയാനുണ്ട്. ശ്രീ ബിനോയ് വിശ്വം, ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ്. തുടക്കത്തിലുണ്ടായിരുന്ന, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തൊട്ടടുത്ത മണിക്കൂറിൽ വാർത്താ സമ്മേളനം വിളിച്ച് സ്ഥാനാർത്ഥികളെ അനൗൺസ് ചെയ്ത ആ കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ടോ, അതോ കാര്യങ്ങൾ ടൈറ്റ് ആവുകയാണോ? ടൈറ്റ് ആവുകയല്ല, എളുപ്പമാണ്. അതിനേക്കാളും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ്. ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ വന്നു. ഇപ്പോൾ ഡീൽ ആരോപണമാണ് കത്തി നിൽക്കുന്നത്. വിവാദം ഉണ്ടാക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് എപ്പോഴും എവിടെയും വിവാദം ഉണ്ടാക്കാം. ഞങ്ങൾക്ക് രാഷ്ട്രീയം ഒത്തിരി പറയാനുണ്ട്, രാഷ്ട്രീയം മാത്രമേ പറയാനുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ജയിക്കാൻ പോകുന്ന ഒരു മുന്നണിക്ക് രാഷ്ട്രീയം പറയാൻ താല്പര്യമുള്ളത്. നമ്മളിപ്പോൾ കാസർഗോഡാണുള്ളത്. കാസർഗോഡുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയൊരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നത് SDPI വോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ്. നേരത്തെ വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ള ഒരാളാണ് ശ്രീ ബിനോയ് വിശ്വവും CPIയും. SDPIയുടെ വോട്ട് LDFന് വേണ്ട എന്ന നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് മതത്തിൻ്റെ മുമ്പിൽ മറുപടിയുണ്ട്, വിശ്വാസവുമുണ്ട്, വിശ്വാസഭ്രാന്തമുണ്ട്, മതമുണ്ട്, മതബോധമുണ്ട്, മത തീവ്രവാദമുണ്ട്. ഞങ്ങൾ എല്ലാ മതങ്ങളിലും പെട്ട മനുഷ്യരുടെ, വിശ്വാസികളുടെ കൂടെയാണ്. ആ വിശ്വാസങ്ങളെല്ലാം വിഷം ചാലിച്ചുകൊണ്ട് എല്ലാ മതങ്ങൾക്കുള്ളിലും മതഭ്രാന്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും വിത്തുവതയ്ക്കാൻ ഇന്ന് ലോകത്തെവിടെയും ശ്രമങ്ങളുണ്ട്, ഇവിടെയുമുണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് ശക്തിപ്പെടുന്ന മതതീവ്രവാദത്തെ ഞങ്ങൾ ഒരിക്കലും യഥാർത്ഥ വിശ്വാസമായി കാണുന്നില്ല. അപ്പോൾ SDPI മതതീവ്രവാദികളാണ്. നിങ്ങൾ പേര് വിളിക്കേണ്ട, ആരെല്ലാമാണോ മതതീവ്രവാദികൾ, ആർക്കെല്ലാമാണോ ആ കുപ്പായം ചേരുക, അവർക്കെല്ലാം ആ കുപ്പായം ചാർത്താം. അല്ല, ഇതിൽ നമുക്ക് കുറച്ചുകൂടി സ്പെസിഫിക് ആയി ചോദിച്ചാൽ, മത തീവ്രവാദികളുടെ വോട്ട് വേണ്ട എന്നുള്ളതാണോ LDFൻ്റെ നിലപാട്, ഒരു വൺ ലൈൻ, അല്ലെങ്കിൽ CPIയുടെ നിലപാട്? ഞങ്ങൾ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും ശക്തികളെയാണ് ഒന്നിപ്പിക്കുന്നത്. അതാണ് LDF. ആ LDFൻ്റെ ഈ നയങ്ങളോട് യോജിപ്പുള്ള എല്ലാവരുടെയും വോട്ട് വേണം. അല്ല, അപ്പോൾ ഈ SDPIക്ക് LDFൻ്റെ നയത്തോടും നിലപാടും ഒക്കെ യോജിപ്പുണ്ടാവുമോ? മതനിരപേക്ഷത, ജനാധിപത്യം, പൗരാവകാശം, നാടിൻ്റെ പരമാധികാരം, ജനങ്ങളുടെ ജീവിതം, കരുതൽ പാപങ്ങളോട്, ഇതെല്ലാമാണ് LDF നയങ്ങൾ. ഈ നയത്തിൻ്റെ കൂടെ നിൽക്കാനും വോട്ട് ചെയ്യാനും വരുന്ന എല്ലാ മനുഷ്യരുടെയും വോട്ട് വേണം ഞങ്ങൾക്ക്. അത് SDPIക്കാരായാലും അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് വേറെ വോട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല. അത് മുൻപ് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആ നിലപാടിലൊരു വ്യത്യാസം വരുന്നുണ്ടോ ഇപ്പോൾ? മതതീവ്രവാദവുമായിട്ട് ഒരു സന്ധിയും ഞങ്ങൾക്കില്ല. മതതീവ്രവാദവുമായിട്ടൊരു സന്ധിയുമില്ല എന്നുള്ളതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള വാചകമാണ്. അതിനപ്പുറത്ത് നോക്കും, മുമ്പ് RSSൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. EMS മുതൽ ഇങ്ങോട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും വോട്ടും വേണ്ട എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പുകൾ LDFനുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു വിഭാഗത്തെക്കുറിച്ച്, ഒരു വിഭാഗം ഞാൻ ചോദിക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ചാണ്, അല്ല ഒരു മതവിഭാഗത്തെക്കുറിച്ചല്ല, ഒരു പാർട്ടിയെക്കുറിച്ച് സ്പെസിഫിക് ആയി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മറുപടി എന്താണ് LDF നേതാക്കൾ? തീവ്രവാദ ആശയമാണ് മതമെന്ന് വാദിക്കുന്ന ഒരു സംഘടനയുടെയും രാഷ്ട്രീയ ബന്ധമാകാൻ LDFന് കഴിയില്ല. തീവ്രവാദമാണ് മതമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും വോട്ട് LDFന് വേണ്ട. അവരുടെ ആരുടെയും ബന്ധുവല്ല ഞങ്ങൾ. അവരുടെ ആരുടെയും ബന്ധുവല്ല. അല്ല, ഒരു പേര് SDPI എന്ന് പേര് പറയുന്നില്ല എന്നേ ഉള്ളൂ. അല്ല, ഒരു പേരിൽ കാര്യമില്ലല്ലോ. പക്ഷെ രാഷ്ട്രീയത്തിൽ പേരുകൾ പ്രധാനമല്ല. ഇപ്പോൾ RSS ഒരു സംഘടനയുടെ പേരാണ്, SDPI ഒരു സംഘടന ഇസ്ലാമി പേരാണ്. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ, മതത്തിനകത്ത് മതഭ്രാന്തിൻ്റെ വിത്ത് വിതയ്ക്കാൻ നീക്കങ്ങളുണ്ട്, കേരളത്തിലുമുണ്ട്. എല്ലാ മതങ്ങൾക്കുള്ളിലും തീവ്രവാദത്തിൻ്റെ ധാരകളെ ശക്തിപ്പെടുത്താൻ നീക്കങ്ങളുണ്ട്. ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. മതവിശ്വാസം വേറെ, മത തീവ്രവാദം വേറെ, ഒരു വരയുണ്ട് നടുക്ക്. ഞങ്ങൾ ആ വരയുടെ ഇപ്പുറത്തുള്ള മഹാഭൂരിപക്ഷം വരുന്ന വിശ്വാസികളെ കാണുന്നു. ഇവർക്ക് അപ്പുറത്തുള്ളവരുണ്ട്, തീവ്രവാദികൾ, വർഗീയ ഭ്രാന്തി പിടിച്ചവർ. അവരോട് ബന്ധം ഞങ്ങൾക്കില്ല. അല്ല, ഇതിപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രശ്നമല്ലല്ലോ. ഇപ്പോൾ SDPI ഒരു മതസംഘടനയല്ല, അതല്ലെങ്കിൽ ഒരു മത ഫോറമല്ല. SDPI എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്നാണ് ആ പാർട്ടിയുടെ പേര്. എന്നല്ലേ പറയുന്ന പേരതായിരിക്കാം. ആ
പേര് അതാണെങ്കിലും അവരുടെ ഉന്നം അതല്ലെങ്കിൽ അവരുടെ ഊന്നൽ മതമൗലികവാദത്തിലാണ്. ഞങ്ങൾ പറഞ്ഞല്ലോ, LDF വേണ്ടത് എല്ലാ മതങ്ങളിലും പെട്ട മനുഷ്യരുടെ വോട്ടാണ്. ആ വോട്ട് വേണം. പക്ഷേ മതഭ്രാന്തിൻ്റെ, മത തീവ്രവാദത്തിൻ്റെ, മനുഷ്യരെ മതം പറഞ്ഞ് ഭിന്നിപ്പിക്കുന്നുള്ള വോട്ട് ആവശ്യമില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വാങ്ങി അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്ന് നിങ്ങൾ പ്രവർത്തിക്കുന്നുവെന്ന് നിരന്തരം UDF-നെ വിമർശിക്കുകയും കോൺഗ്രസിനെ അത് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ നേരിടുകയും ചെയ്തത് തൊട്ട് മുൻപാണ്. അപ്പോൾ ഇനി SDPI ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ഈ യാത്രക്കിടയിൽ പല CPM നേതാക്കളോട് ചോദിക്കുമ്പോൾ എല്ലാവരുടെയും വോട്ട് വേണം, ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ല എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെ അപ്പോൾ കോൺഗ്രസിനെ വിമർശിക്കും? ആ കോൺഗ്രസിനെ വിമർശിക്കാൻ അല്ലെങ്കിൽ അത്തരം നിലപാടുകളെ വിമർശിക്കാനുള്ള ഒരു റൈറ്റ് പോവില്ലേ അങ്ങനെ ആകുമ്പോൾ? ഞങ്ങൾക്ക് വിമർശിക്കാൻ വേണ്ടിയുള്ള വിമർശനം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ വിമർശനം നിലപാടുകളെ പറ്റിയാണ്. ആ നിലപാട് വളരെ വ്യക്തമാണ്. മതഭ്രാന്തിൻ്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവുകയില്ല. തീവ്രവാദം മതമല്ല എന്ന നിലപാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ആ നിലപാടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മതങ്ങളിലും പെട്ട മനുഷ്യരുടെ വോട്ട് വേണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തുടർഭരണമാണ് ലക്ഷ്യമിടുന്നത്. തുടർഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകേണ്ടത്. ഏത് വിധേനയും തുടർഭരണം എന്നൊരു നിലപാടിലേക്ക് LDF എത്തിയിട്ടുണ്ടോ? അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ, അതിനാവശ്യമില്ല. ഏത് വിധേനയും എന്ന് പറയേണ്ട കാര്യം LDF-നില്ല. LDF വന്ന വഴിയുണ്ട്, ഇനി പോകുന്ന വഴികളുമുണ്ട്. അവിടെയെല്ലാം ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളുണ്ട്, നിലപാടുണ്ട്. ആ നിലപാടിനെയും ആ മൂല്യങ്ങളെയും ആ ശരികളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു തുടർച്ചയാണ് വേണ്ടത്. അത് കിട്ടും. പലരും അങ്ങനെ വിമർശിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഏത് ചെകുത്താനോടുകൂടിയും മൂന്നാമതൊരു ഊഴം എന്ന് മാത്രമാണ് ഇടതുപക്ഷം ലക്ഷ്യം വെക്കുന്നത്. ഒരിക്കലുമല്ല, അങ്ങനെയല്ലേ അല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ CPI എതിർക്കും. ആ LDF തകത്തിൻ്റെ ഭാഗമാണ് CPI. അതുകൊണ്ട് CPIക്ക് ഇതിൽ പ്രത്യേക നിലപാടില്ല. LDF-ന് അങ്ങനെ ഏത് വിധേനെന്ന് പറഞ്ഞുകൊണ്ടൊരു നിലപാടില്ല. LDF-ൻ്റെ ലക്ഷ്യവും അതിൻ്റെ യാത്രയും സുഗമമാണ്, കംഫർട്ടബിളാണ്. ഞങ്ങൾ വിജയിക്കുകയും ചെയ്യും. അതുകൊണ്ട് എങ്ങനെയും ജയിക്കണം എന്നൊരവസ്ഥ ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജയിക്കുന്നവരാണ്. ആ ജയം ഉറപ്പാണ്. ഇപ്പോൾ BJP-യുടെ കാര്യമോ? പലരും NDA പലയിടത്തും ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പ്രതിപക്ഷ നേതാവും KC വേണുഗോപാലും അടക്കം ആക്ഷേപം ഉന്നയിക്കുന്നു. പാലക്കാടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നു. അങ്ങനെ ആ തരത്തിലുള്ളൊരു കൊടുക്കൽ വാങ്ങൽ LDF-ന് NDA-യുമായി സാധ്യമാകുമോ? സാധ്യമാകില്ല. അത് അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അവർ ആ ഡീലിൽ എത്രയോ കാലമായിട്ട് ഇടപെട്ടവരാണ്. ഇങ്ങനെ പറ്റിയ സ്ഥാനാർത്ഥികളെ നിർത്തുക, പറ്റിയ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക, ഡീൽ ഉറപ്പിക്കുക, ഇതെല്ലാം 1991 മുതൽ ഇവിടെ ശീലമാക്കിയതാണ് UDF-ഉം കോൺഗ്രസും. അതിൻ്റെ കൊടുക്കലുകൾ, വാങ്ങലുകൾ, അതിൻ്റെ വ്യാകരണങ്ങൾ, രാഷ്ട്രീയം, ഇതെല്ലാം നല്ലവണ്ണം അവർക്കറിയാം. ഞങ്ങൾക്കതറിയില്ല. ഞങ്ങളുടെ വഴിയല്ലല്ലോ അത്. അപ്പോൾ തുടർഭരണത്തെ സംബന്ധിച്ച് CPI-ക്ക് ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുമല്ലോ. ആ കാഴ്ചപ്പാട് എന്താണ്? ഇപ്പോൾ ഒരു രാഷ്ട്രീയ സാധ്യതയാണ് തുടർഭരണം എന്നുള്ളത്. അത് കൈവരിക്കാൻ ശ്രമിക്കുന്നു ഇടതുമുന്നണി. സ്വന്തം നയങ്ങളിലും നിലപാടുകളിലും ഉറച്ചു നിന്ന് മുമ്പ് പിണറായി വിജയൻ ആവർത്തിച്ച് പറയാനുള്ളൊരു വാചകം 4 വോട്ടിന് വേണ്ടി നയം മാറ്റുന്ന ആളുകളല്ല ഞങ്ങൾ എന്നുള്ളതായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഡൈല്യൂട്ട് ചെയ്യേണ്ടി വരും തുടർഭരണത്തിന് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. നിലപാടിൻ്റെ ശരിയുണ്ട്, നിലപാടിൻ്റെ തെളിച്ചമുണ്ട്, അതിൻ്റെ പ്രകാശമുണ്ട്, അതിന് കിട്ടിയ ജനപിന്തുണയുണ്ട്. അതെല്ലാം കൊണ്ട് ആ നിലപാട് LDF-നെ 10 കൊല്ലം മുന്നോട്ട് പോകാനും ഇത്രയും വലിയ ഇലക്ഷൻ ബസ്സിൽ അഭിലാഷ് മോഹനോടും ശ്രീജ ശ്യാമിനോടും സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം.